അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് സംശയമുണ്ടോ? സെറ്റ് പല്ലുകൾ മുന്നേ ഉപയോഗിച്ചിരുന്നവരായാലും ആദ്യമായി ഉപയോഗിക്കാൻ പോകുന്നവരായാലും തുടക്കത്തിൽ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും സ്വാഭാവികമാണ്. നമ്മുടെ വായുമായി അനുകൂലനം ചെയ്യുന്നത് വരെ ക്ഷമയോടെ ഉപയോഗിക്കണം. തുടക്കത്തിലെ അസ്വസ്ഥതകളെ മറികടക്കാൻ ചില ടിപ്സ് പറഞ്ഞു തരാം. സെറ്റ് പല്ലുകൾ ഉപയോഗിക്കുന്നവർ നിർബന്ധമായും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സെറ്റ് പല്ലു വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വ്യത്യസ്തമായ രുചിയില്ലായ്മയോ അനുഭവപ്പെടാം. എന്നിരുന്നാലും തുടർച്ചയായ ഉപയോഗം ഇതിനെ തരണം ചെയ്യാനും സ്വാഭാവികത വീണ്ടെടുക്കാനും നിങ്ങളെ സഹായിക്കും. തുടക്കത്തിലുള്ള വേദനയെ മറികടക്കാൻ ഉപ്പുവെള്ളം വായിൽ കുൽക്കുഴിയുന്നത് ഏറെ ആശ്വാസകരമായിരിക്കും. ആദ്യത്തെ ഒരാഴ്ച മൃദുവായ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ആസ്വദിക്കാൻ ശ്രമിക്കുക. പരമാവധി എത്ര നേരം ഉപയോഗിക്കാൻ കഴിയുമോ അത്രയും നേരം ഉപയോഗിച്ച് സെറ്റ് പല്ലുമായി പരിചിതമാകുക. സംസാരവും ചില വാക്കുകളുടെ ഉച്ചാരണവും ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ഉപയോഗിച്ച് പരിചിതമാകുന്നതുവരെ ക്ഷമയോടെ ഇരിക്കുക. സെറ്റ് പല്ല് വെച്ച ശേഷം എല്ലാവർക്കും വേദനയുണ്ടാവും. ഇതിനെ എങ്ങനെ തരണം ചെയ്യാം? വേദന അനുഭവപ്പെട്ടു തുടങ്ങിയാൽ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ സമീപിക്കും. വേദന അനുഭവപ്പെടുന്ന ഭാഗം ഡെന്റിസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. സെറ്റ് പല്ല് വെച്ച ശേഷം തീർച്ചയായും ചില ഭാഗങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആവശ്യമായി വരാറുണ്ട്. അതിന് ഡെന്റിസ്റ്റിന്റെ സഹായം തേടുക. സ്വയം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. വേദനയും വീക്കവും കുറയാൻ സോൾട്ട് വാട്ടർ അഥവാ ഉപ്പുവെള്ളം വായിൽ കുൽക്കുഴിയാം. വേണ്ടി വന്നാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന വേദന സംഹാരികളും ഓയിൻമെന്റ്സും യൂസ് ചെയ്യാം. നൈറ്റ് മാത്രം റിമൂവ് ചെയ്താൽ മതിയെന്ന പ്രതീക്ഷയോടെയാണ് നാം സെറ്റ് പല്ലിന് തയ്യാറെടുക്കുക. എന്നാൽ തുടക്കത്തിൽ മോണയുടെയും നാവിന്റെയും അസ്വസ്ഥത കാരണം പല തവണ ഊരിവെക്കേണ്ടി വരും. എത്ര നേരം നിങ്ങൾ വേദനയും അസ്വസ്ഥതകളും അവഗണിച്ച് സെറ്റ് പല്ല് ഉപയോഗിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങൾ സെറ്റ് പല്ലുമായി പൊരുത്തപ്പെടുന്നതാണ്. സെറ്റ് പല്ലുകൾ ദീർഘകാലം നിലനിൽക്കാൻ എന്ത് ചെയ്യണം? സെറ്റ് പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കുക. സാധാരണ കുളിക്കുന്ന സോപ്പും ബ്രഷും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. സെറ്റ് പല്ലുകൾ വൃത്തിയാക്കാൻ ഡെൻചർ ടൂത്ത് പേസ്റ്റ്, ഡെൻചർ ക്രീംസ്, ഡെൻചർ സോക്കിംഗ് സൊല്യൂഷൻസ് തുടങ്ങിയവ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ക്ലീൻ ചെയ്യുമ്പോൾ സെറ്റ് പല്ലിന്റെ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യണം. പല്ല് മാത്രമല്ല, സാധാരണ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇത് സെറ്റ് പല്ല് പെട്ടെന്ന് തന്നെ തേഞ്ഞു പോകുന്നതിന് ഇടയാക്കാം. ക്ലീൻ ചെയ്യുമ്പോൾ സെറ്റ് പല്ല് ഒരു ടബിലോ ടവലിലോ വെച്ച് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്നതിനിടയിൽ സെറ്റ് പല്ല് നിലത്തു വീഴാൻ ഇടയായാൽ പൊട്ടിപ്പോവാൻ സാധ്യതകളേറെയാണ്. സെറ്റ് പല്ലുകൾ ഒരു കാരണവശാലും ഉണങ്ങാൻ ഇടയാവരുത്. ഉപയോഗിക്കാത്ത സമയത്ത് ഇവ വെള്ളത്തിലിട്ട് വെക്കണം. കൂടുതലും രാത്രി കാലങ്ങളിലാണ് ഇതിന്റെ ആവശ്യം വരിക. സെറ്റ് പല്ലുകൾ സൂക്ഷിക്കുന്നതിനുതകുന്ന ഡെൻചർ സൊല്യൂഷൻസും ഇന്ന് ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെറ്റ് പല്ലുകൾ ചൂടുവെള്ളത്തിലോ സോപ്പ് വെള്ളത്തിലോ ഇട്ടുവെക്കരുത്. സെറ്റ് പല്ലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഡെന്റിസ്റ്റിനെ സമീപിച്ച് അത് ശരിയാക്കുക. ഫെവിക്വിക് പോലെയുള്ള ഗംസ് ഉപയോഗിച്ച് സ്വയം റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കും എന്ന് മാത്രമല്ല, പിന്നീട് അതൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കുകയും ചെയ്യുന്നു. സെറ്റ് പല്ലുകൾ അയഞ്ഞു വന്നാൽ എന്ത് ചെയ്യാം? സെറ്റ് പല്ല് വെച്ച് ഭൂരിഭാഗം പേരും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഭക്ഷണം കഴിക്കുമ്പോഴും വർത്താനം പറയുമ്പോഴും അഴിഞ്ഞു വരുന്നത്. ഇതിന് നിങ്ങൾക്ക് ഡെന്റിസ്റ്റിന്റെ സഹായം തേടാം. സെറ്റ് പല്ലുകൾ ടൈറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ചിലരിൽ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന എല്ല് തേയ്മാനം കാരണം സെറ്റ് പല്ലിന് പിടിച്ചു നിൽക്കാനുള്ള മോണ നന്നേ കുറവായിരിക്കും. ഈ അവസരത്തിൽ ഡെൻചർ അഡ്ഹസീവ് അഥവാ സെറ്റ് പല്ലിനെ മോണയിൽ ഒട്ടിപ്പിടിപ്പിക്കുന്ന പൗഡറോ പേസ്റ്റോ ഇട്ട് ഉപയോഗിക്കാം. ആവശ്യമെങ്കിൽ ഡെന്റിസ്റ്റ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. സെറ്റ് പല്ല് വെച്ച ശേഷം തുടക്കത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ശ്രമകരമായ ഒരു പ്രക്രിയ തന്നെയാണ്. എങ്ങനെ നമുക്കത് പരിശീലിക്കാം?
ഭക്ഷണം ചവയ്ക്കുമ്പോൾ 2 വശങ്ങളിലെയും അണപ്പല്ലുകൾ ഒരുപോലെ ചവയ്ക്കുക. ഇതുവഴി സെറ്റുപല്ലിൽ എല്ലായിടത്തും തുല്യമായ സമ്മർദ്ദം ചെലുത്തപ്പെടുകയും തെറ്റുപല്ല് തെന്നി വീഴാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മുൻനിരയിലെ പല്ലുകളിൽ കടിക്കുമ്പോൾ സെറ്റുപല്ല് അടർന്നു വീഴാൻ സാധ്യതയുണ്ട്. നാവ് ഉപയോഗിച്ച് ഭക്ഷണം പിൻനിരയിലെ പല്ലുകളിലേക്ക് തള്ളി ചവയ്ക്കാൻ ശ്രമിക്കുക. സെറ്റുപല്ല് ആദ്യമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു തുടങ്ങാം. പിന്നീട് പതിയെ സോഫ്റ്റ് ഡയറ്റിലേക്ക് കടക്കാം. ഇടയ്ക്ക് മുറുക്ക്, ബിസ്ക്കറ്റ്, ചിപ്സ് പോലെയുള്ള കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി കഴിച്ചു പരിശീലിക്കാം. ഒരുപാട് വലിയ പീസും ഫോഴ്സ്ഫുള്ളിയുള്ള ചവയ്ക്കലും ഒഴിവാക്കുക. ഇത് ഭക്ഷണം തൊണ്ടയിൽ പോയി കുടുങ്ങാനോ ചിലപ്പോൾ സെറ്റുപല്ല് പൊട്ടുന്നതിനോ കാരണമായേക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നല്ലേ? ക്ഷമയോടും തുടർച്ചയായുമുള്ള ഉപയോഗം തീർച്ചയായും നിങ്ങളെ വിജയിപ്പിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.